നിത്യോപയോഗ സാധനങ്ങൾ ഒന്നുപോലുമില്ലാത്ത പിറവം സപ്ലൈകോ ഔട്ട്ലെറ്റ് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി അടച്ചുപൂട്ടി. ക്രിസ്തുമസ് പുതുവത്സര നാളുകളിൽ ഇത്തരം സാഹചര്യം വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും UDF പ്രവർത്തകർ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം UDF പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സബ്സിഡി ഇനത്തിൽപ്പെട്ട നിത്യോപയോഗ സാധനങ്ങൾ ഒന്നുപോലുമില്ലാത്ത പിറവത്തെ സബർബൻ മാളിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റ് പ്രതീകാത്മകമായി അടച്ചുപൂട്ടിയത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം സാഹചര്യം വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. നവകേരള സദസ്സിനായി കോടികൾ ദൂർത്തടിക്കുന്ന സർക്കാർ സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ പോലും എത്തിക്കാതെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുകയാണെന്നും ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളോട് പോലും മുഖം തിരിക്കുന്ന സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും UDF പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഭക്ഷ്യധാന്യങ്ങൾ വിലക്കുറവിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് വന്നപ്പോൾ നമുക്കറിയാം, ഇവിടെ എല്ലാവരും കണ്ടതാണ്, ആ റാക്കുകളിലൊന്നും ഒരു സാധനം പോലും, ഒരു ഭക്ഷ്യധാന്യം പോലും ഇല്ലാത്തൊരവസ്ഥ. അരി മാത്രമല്ല, മുളക് മാത്രമല്ല, മല്ലി മാത്രമല്ല, പഞ്ചസാര മാത്രമല്ല എന്ന് വേണ്ട യാതൊരു സാധനങ്ങളുമില്ലാതെ വളരെ ദുഃഖകരമായ ഒരവസ്ഥയിൽ കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മേഖല അത്രമാത്രം അധപ്പതിച്ചിരിക്കുന്ന ഒരവസ്ഥ. നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ തോമസ് മല്ലിപ്പുറം അധ്യക്ഷത വഹിച്ചു. സപ്ലൈകോയിൽ കൂടി സാധാരണ 13 സബ്സിഡി ഐറ്റംസ് ആണ് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ വന്ന സ്റ്റാഫിനോട്, മാനേജറോട് ചോദിച്ചപ്പോൾ ഈ 13 ഐറ്റംസിൽ 13 ഐറ്റമും പിറവം സപ്ലൈകോയിൽ ലഭ്യമല്ല എന്നുള്ള ദയനീയമായ മറുപടിയാണ് അവരിൽ നിന്നും നമുക്ക് ലഭിക്കുവാനിടയായത്. വിൽസൺ കെ ജോൺ, രാജു പണലിക്കൽ, PC ജോസ്, അരുൺ കലർക്കൽ, MA ജേക്കബ്, പ്രശാന്ത് മമ്പുറത്ത്, ജെയ്സൺ പുളിക്കൽ, വത്സല വർഗീസ്, ജോജിമോൻ ചാരുപ്ലാവിൽ, വർഗീസ് തച്ചിലുക്കണ്ടം, സിറിൽ ചെമ്മനട്ട്, വിജു മൈലാടിയിൽ, അനീഷ് പിറവം തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ക്രിസ്മസ് ആയിട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി ഐറ്റം ഇല്ല എങ്കിൽ എന്തിനും സാധനം തുറന്നു വെച്ചിട്ട് അടച്ചുപൂട്ടട്ടെ. ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഞങ്ങൾ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് സബ്സിഡി ഐറ്റം മനുഷ്യന് കിട്ടാനുള്ള ഏർപ്പാട് ഈ നിമിഷം വരെ ഇവിടെ സാധിച്ചിട്ടില്ല. ക്രിസ്മസിന് ഇവിടെ വരുന്ന ജനങ്ങൾ നിരാശരാണ്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.